الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فإذا فرغت فانصب وإلى ربك فارغب. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ നിരന്തരം അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്നവനായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചത് തന്നെ, നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, അഥവാ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും ആരാധനകളിൽ മുഴുകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ വരുവോളം. യഖീൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത്, യഖീൻ എന്ന് പറഞ്ഞാൽ യഅനി അൽ മൗത്ത്, മരണമാണ്. മരണം വരുന്ന സമയം വരെ നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കുക. അപ്പോൾ ഒരു വിശ്വാസി നിരന്തരം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടവനാണ് എന്നാണ് നമ്മുടെ മതം പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, നിൻ്റെ രക്ഷിതാവിലേക്ക് തന്നെ നിൻ്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക. ഏതൊരു സമയമാണോ നമ്മുടെ മുൻപിലുള്ളത് ആ സമയങ്ങളിലെല്ലാം കഴിവിൻ്റെ പരമാവധി ആരാധനകൾ അനുഷ്ഠിക്കണം എന്ന ഇസ്ലാമിൻ്റെ കൽപ്പന പാലിക്കേണ്ടവനാണ് വിശ്വാസി. 5 നേരത്തെ നമസ്കാരമാകട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാകട്ടെ, മറ്റുള്ള ദിക്റുകളാകട്ടെ, ദുആകളാകട്ടെ, ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും അത് കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ, കൃത്യമായി ചിട്ടയോടുകൂടെ ചെയ്യാൻ വിശ്വാസികൾ ശ്രദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരലോകത്തവന് വിജയിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ നിരന്തരമുള്ള ഈ ആരാധനകൾക്ക് പുറമെ ഇപ്പം നമ്മൾ 5 നേരം നമസ്കരിക്കാറുണ്ട്, അതേപോലെ തന്നെ നോമ്പ് നോൽക്കാറുണ്ട്, റമദാൻ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ നിരന്തരമുള്ള ആരാധനകൾക്ക് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ സമയങ്ങളെയും ആരാധനകളെയും നമുക്ക് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും.
സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകമായ സമയങ്ങളെ ആദരിക്കുകയും പ്രത്യേകമായ ആരാധനകളെ നമുക്ക് പറഞ്ഞു തരികയും അത് നിങ്ങൾ ചെയ്യണം, അതിലൂടെ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയല്ല. ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ചില ആരാധനകൾക്ക് പ്രത്യേകതയുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസമെന്ന് പറയുന്നത് അത് പവിത്രമായ മാസമാണ്, ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ്. നമ്മൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ആ റമദാനിൻ്റെ മഹത്വവും പവിത്രതയുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പവിത്രത കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പവിത്രതയേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഏറെ ശ്രേഷ്ഠകരമായ ചില ദിവസങ്ങളിലേക്കാണ് വിശ്വാസികളായ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിൻ്റെ അടുക്കൽ മാസം എന്ന് പറഞ്ഞാൽ അത് 12 എണ്ണമാണ്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരേ രീതിയിലല്ല. ആ മാസങ്ങളിൽ ദുൽഖഅദയുണ്ട്, ദുൽഹിജ്ജയുണ്ട്, മുഹറമുണ്ട്, അതേപോലെ തന്നെ റജബുണ്ട്. ദുൽഖഅദ എന്ന് പറയുന്ന മാസത്തിലാണ് നമ്മൾ, പവിത്രമായ മാസമാണിത്. അതേപോലെ തന്നെ ദുൽഹിജ്ജ പവിത്രമായ മാസമാണ്. അതേപോലെ തന്നെ മുഹറവും റജബുമെല്ലാം ഏറെ പ്രത്യേകതയുള്ള മാസമാണ്. 12 മാസങ്ങളിൽ റമദാനിന് മഹത്വമുണ്ട്, എന്നാൽ ഏറെ പവിത്രതയുള്ള മാസമാണ്, അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് 4 മാസങ്ങൾ. ആ 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ് വിശ്വാസികളായ നമ്മളിപ്പോഴുള്ളത്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് മാസങ്ങളിൽ തന്നെ ഏറെ പ്രത്യേകതയുള്ള 10 ദിവസങ്ങളിലേക്കാണ്, ഏറെ ശ്രേഷ്ഠതയുള്ള 10 ദിവസങ്ങളിലേക്കാണ്. റമദാനിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞ് റമദാനിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന് പ്രത്യേകതയുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമുക്കറിയാം. അതേപോലെ തന്നെ മുഹറമാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഫ്ദലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ 9-ന്റെയും 10-ന്റെയും ദിവസങ്ങളിൽ നമ്മൾ നോൽക്കുന്ന നോമ്പാണ്. അതേപോലെ തന്നെ അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള, നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ചിലതിനേക്കാൾ പവിത്രതയുണ്ട്, മഹത്വമുണ്ട്. പരിശുദ്ധമായ മക്ക, പരിശുദ്ധമായ മദീന, ബൈത്തുൽ മുഖദ്ദസ്, ഇതേറെ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്, പവിത്രതയുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹറമിലെ നമസ്കാരം. മസ്ജിദുൽ ഹറമിൽ ഒരാൾ നമസ്കരിച്ചാൽ സാധാരണ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്നത് പോലെയല്ല. ഈ പള്ളിയിൽ വെച്ച് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുന്നതും മസ്ജിദുൽ ഹറമിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 1,00,000 മടങ്ങ് പ്രതിഫലം ഹറമിൽ വെച്ച് നമസ്കരിച്ചാൽ കിട്ടും. നോക്കൂ നിങ്ങൾ, അതിൻ്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവിയിൽ ഒരാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ ലോകത്തുള്ള വേറെ ഏതൊരു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി നമസ്കരിച്ച കൂലി കിട്ടും. അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കരിച്ചാൽ 250, ഒരു റിവായത്ത് പ്രകാരം 250, വേറെ റിവായത്ത് പ്രകാരം 500, അങ്ങനെയുള്ള പ്രതിഫലം ലഭിക്കും. അപ്പോൾ പള്ളികളിൽ എല്ലാ പള്ളികളും ഒരേപോലെയല്ല. ചില പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്, ചില സ്ഥലങ്ങൾ പവിത്രമാണ്, ചില മാസങ്ങൾ പവിത്രമാണ്, ചില ഇബാദത്തുകൾ, ചില ആരാധനകൾ പവിത്രമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രത കൽപ്പിച്ച 10 ദിവസമാണ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ, അള്ളാഹു അനുഗ്രഹിച്ചാൽ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ഫജ്ർ, എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. വൽ ഫജ്ർ, പുലരി തന്നെയാണ്, അല്ലെങ്കിൽ ഫജ്ർ തന്നെയാണ് സത്യം. എന്നിട്ട് പറഞ്ഞു വലയാലിൻ അശ്ർ, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തറിയോ? അല്ലാഹു സത്യം ചെയ്യുന്ന കാര്യങ്ങൾ മഹത്വമുള്ളതാണ് എന്നാണ്, അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 ദിവസങ്ങൾ? മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചു, അൽ മുറാദു ബിഹാ അശറു ദിൽ ഹിജ്ജ.
ഈ 10 ദിവസങ്ങൾ ഏതാ? ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ ഈ 10 ദിവസങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു പക്ഷേ ഇന്ന് മാസം കാണുകയാണ് എങ്കിൽ നാളെ ദുൽഹിജ്ജ 1 ദുൽഹിജ്ജ 1 നാളെ മുതൽ. ആ ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസങ്ങൾ അഥവാ ബലിപെരുന്നാൾ വരെയുള്ള 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. സാധാരണ ദിവസങ്ങളെ പോലെയല്ല വിശ്വാസികൾ ആ ദിവസങ്ങളെ കാണേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ദലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. എന്താ പ്രവാചകന്റെ അധ്യാപനം? ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ചെറിയ കാര്യമല്ല, അതൊരു നിസ്സാരമായ വിഷയമല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഒക്കെ കണ്ടുമുട്ടുന്നു. ആ ദിവസങ്ങളിൽ, മാസങ്ങളിൽ, ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലെ, മൽ അമൽ ഫി അയ്യാമിൽ അശ്രി അഫ്ദലു മിനൽ അമൽ ഫി ഹാദിഹി ഖാലു വലൽ ജിഹാദ് ഖാല വലൽ ജിഹാദ്. നബിയോട് ചോദിക്കുക, നബിയെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മമില്ല എന്നങ്ങനെ പറഞ്ഞ, ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം. നമ്മൾ ചെയ്യുന്ന കുറേ കർമ്മം, നമ്മൾ ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ജുമായിൽ പങ്കെടുക്കുന്നതും തൊട്ടടുത്ത ആഴ്ചയിലെ ജുമായിൽ പങ്കെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താ? അടുത്ത ആഴ്ചയിലെ ജുമ ഏത് ദിവസത്തിലാണ്? ഈ ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലെ ഒരു ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ജുമക്ക് പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നു, ആ നമസ്കാരത്തെക്കാൾ നാളെ നമ്മൾ നമസ്കരിക്കുന്ന, നാളെ ദുൽഹിജ്ജ 1 നാളെ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് എന്തിൻ്റെ പ്രത്യേകത ഉണ്ട്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ ഏതു ദിവസത്തെ കർമ്മങ്ങളാണ്? ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മമാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ചിലപ്പോൾ, അപ്പോൾ റമദാനിലോ? റമദാനും ഏറ്റവും ശ്രേഷ്ഠമല്ലേ? റമദാൻ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ റമദാനിനാണോ ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠതയുള്ളത്? സ്വാഭാവികമായി മനുഷ്യരുണ്ടാകുന്ന സംശയമാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരണം നൽകി. അദ്ദേഹം പറഞ്ഞു, ഇന്ന അയ്യാമു അശ്രി ദിൽ ഹിജ്ജ അഫ്ദലു മിൻ അയ്യാമിൽ അശ്രി മിൻ റമളാൻ വല്ലയാലിൽ അശ്റുൽ ലബാഖിറു മിൻ റമളാൻ അഫ്ദലു മിൻ ലയാലി അശ്രി ദിൽ ഹിജ്ജ. ഏറ്റവും ഭംഗിയായ സുന്ദരമായ ഒരു വിശദീകരണമാണത്. എന്താ അദ്ദേഹം പറയുന്നത്? റമളാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് ദുൽഹിജ്ജയിലെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. മനസ്സിലായോ? റമളാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് ദുൽഹിജ്ജയിലെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. എന്നാൽ ദുൽഹിജ്ജയിലെ 10 പകലുകൾക്കാണ് റമളാനിലെ അവസാനത്തെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെ പവിത്രമായ 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്ര പ്രത്യേകത ഉണ്ടായത്? വരാൻ പോകുന്ന നാളെ മുതലുള്ള 10 ദിവസങ്ങൾ പവിത്രമാണ്, ശ്രേഷ്ഠതയുള്ളതാണ്, അതിലെ സൽക്കർമ്മങ്ങൾ മഹത്വമുണ്ട് എന്ന് പറയാൻ എന്താണ് കാരണം? മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വല്ലദീ യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസി അശ്രി ദിൽ ഹിജ്ജ ഇംകാനു ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി. അതാണ് കാരണം. എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന സമയം ഏതാ? അത് ഈ 10 ദിവസമാണ്. എല്ലാ ഒരു മുസ്ലിം ചെയ്യേണ്ട എല്ലാ ഇബാദത്തുകളും ഈ സമയത്ത് ഉണ്ടാകുള്ളൂ. അത് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഹജ്ജ് കർമ്മം ഏത് സമയത്ത് ആരംഭിക്കുന്നത്? ദുൽഹിജ്ജ മാസത്തിലാണ്. ഹജ്ജിന്റെ മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ 8 മുതലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്, അല്ലേ? ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ, ഹജ്ജുൽ അക്ബർ എന്ന അത് ദുൽഹിജ്ജ 10 യൗമു അറഫ എന്നാണ്, ദുൽഹിജ്ജ 9 അറഫയിൽ നിന്നാൽ ഹജ്ജ് ലഭിച്ചു എന്നാണ്. അപ്പൊ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന
ഒരു സമയമായതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകതയുണ്ടായത്, ശ്രേഷ്ഠതയുണ്ടായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് മനസ്സിലാക്കിയ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളുടെ പവിത്രത എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് എന്ത് വേണം? ആ ദിവസങ്ങളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ, ആരാധനകൾ കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടത്. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹിന. ഈ ദിവസങ്ങൾ വരുമ്പോൾ, അഥവാ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമെന്നറിയോ, അദ്ദേഹം ആരാധനകൾ തുടങ്ങും. എത്രമാത്രം അദ്ദേഹത്തിന് കഴിയില്ല എന്ന് തോന്നുമാർ അത്രമാത്രം എന്ത് ചെയ്യും, ഈ ദിവസങ്ങളിൽ ആരാധനകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം എന്താ ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയത്? അള്ളാഹു അനുഗ്രഹിച്ചാൽ നാളെ മുതൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഹദീത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ 10 ദിവസങ്ങളെ ധന്യമാക്കാൻ, ആ 10 ദിവസങ്ങളെ ഏറ്റവും ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പവിത്രമായ 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ, ശ്രേഷ്ഠതയുള്ള ഈ 10 ദിവസങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ട സൽക്രമങ്ങൾ എന്തെല്ലാമാണ്? ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അവർ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളുണ്ട്. അതിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അസ്വല, നമസ്കാരമാണ്. ഈ 10 ദിവസങ്ങളിൽ ഒരു കാരണവശാലും ജമാഅത്ത് നമസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള 10 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ 10 ദിവസങ്ങളിലെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്ത് വേണം? സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. നമസ്കാരം അല്ലാത്ത സമയത്ത് നിർബന്ധമാണ്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയനിർണിതമായി അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനയാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. അതിൽ പ്രായവ്യത്യാസമല്ല, എല്ലാവരും നിസ്കരിക്കണം. കുട്ടികളാണെന്നോ മുതിർന്നവരോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യണം? 10 വയസ്സാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ അടിക്കണം എന്നാണ്. 10 വയസ്സ് മുതൽ നമസ്കാരം 7 വയസ്സിൽ ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. അത് സ്ത്രീകൾ നിസ്കരിക്കണം, പുരുഷന്മാർ നിസ്കരിക്കണം, പ്രായമുള്ള ആൾക്കാർ എല്ലാവരും നിസ്കരിക്കണം. നമസ്കാരത്തിന് ആർക്കും ഒഴിവില്ല. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ എന്ത് വേണം? നമസ്കാരം ഒരു പൂർണ്ണമായ രീതിയിൽ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്ന ആരാധന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഈ 10 ദിവസങ്ങളിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാം. ചില ഹദീത്തുകൾ പ്രകാരം, പണ്ഡിതന്മാരുടെ ഖൗല് പ്രകാരം ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാന്നാണ്. മുഴുവൻ ദിവസം നോമ്പ് നോൽക്കാം, എല്ലാ ദിവസവും. ദുൽഹിജ്ജ 10ൻ്റെ അന്ന് നോമ്പ് നോക്കാൻ പാടില്ല. ദുൽഹിജ്ജ 10ൻ്റെ അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്. എന്തുകൊണ്ടാണ്? അത് പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ ദിവസം നോമ്പ് നോൽക്കാൻ പാടില്ല. അപ്പോൾ 9 ദിവസവും എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കാം. മഹദിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഇത് സ്വഹീഹായ ഹദീത്താണ്. എന്നാൽ ഈ ഹദീത്തിനെ ചർച്ച ചെയ്ത പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 9 മാത്രം നോറ്റാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ. പക്ഷേ ആ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലെ പദങ്ങൾ, പ്രയോഗങ്ങളെല്ലാം പരിശോധിച്ച മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ദുൽഹിജ്ജ 9 ദിവസങ്ങളിൽ വേണമെങ്കിൽ നോമ്പ് നോൽക്കാൻ, അത് നിർബന്ധമാണെന്നല്ല. കാരണം നോമ്പ് വലിയ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണം, നോമ്പ് നോൽക്കാൻ ശ്രമിക്കണം. തക്ബീറുകൾ, അതേപോലെ തന്നെ തഹ്ലീലുകൾ, തഹ്മീദുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുകൾ എന്ത് ചെയ്യണം? നമ്മൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅലൂമാത്ത്. എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഏതാണ് എണ്ണപ്പെട്ട ദിവസങ്ങൾ? അയ്യാമുൽ അശരി, അയ്യാമുൽ അഷറാണ്, ഈ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അയ്യാമുത്ത് ഷരീക്ക്, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ ഈ സമയങ്ങളിൽ എന്ത് ചെയ്യണം? തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരങ്ങാടിയിലേക്ക് പോകുമ്പോൾ വരെ അങ്ങാടികളിൽ വെച്ചൊക്കെ തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നാണ്. അവരുറക്ക തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ തക്ബീർ ചൊല്ലിയതായി നമുക്ക് കാണാൻ പറ്റും. 4-മത്തെ കാര്യം ഉദുഹിയ്യത്താണ്. നമ്മൾ കഴിഞ്ഞ ഒരു ഖുത്ബയിൽ പൂർണ്ണമായി നമ്മളത് പറഞ്ഞു. ഉദുഹിയ്യത്ത് എന്ന് പറയുന്ന പുണ്യകർമ്മം അത് അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 5-മത്തെ കാര്യം അറഫാ ദിവസം നോമ്പ് നോൽക്കലാണ്. അറഫയിൽ എന്ത് ചെയ്യണം? അറഫാ ദിവസം നോമ്പ് നോൽക്കണം. ഈ അറഫാ ദിവസം നോമ്പ് നോൽക്കണം എന്ന് പറയുമ്പോൾ എന്നാ അറഫ എന്നാണ്? അറഫാ ദിവസം നോമ്പ് നോൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അറഫയിൽ വിശ്വാസികൾ നിൽക്കുന്ന ദിവസം നോമ്പ് നോൽക്കണം എന്നല്ല ഹദീത്ത്. ഹദീത്തിലുള്ള ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കേണ്ടത്. ദുൽഹിജ്ജ 9 എന്നാണോ നമ്മുടെ നാട്ടിൽ അന്നാണ് നമ്മൾ നോമ്പ് നോക്കുക. ഞാനിത് പറയാൻ കാരണം സൗദി അറേബ്യയിൽ നമുക്കറിയാം ഇന്ന് മുതൽ അവിടെ ദുൽഹിജ്ജ 1 ദുൽഹിജ്ജ 1. നമ്മളിന്ന് മാസം കണ്ടിട്ടില്ല. നമുക്കിന്ന് ദുൽഹിജ്ജ 1 നമ്മൾ മാസം കണ്ടാൽ നാളെ ആയിരിക്കും എന്ത്? ദുൽഹിജ്ജ 1. അപ്പം അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകൾ അറഫയിൽ നിൽക്കുന്ന അന്ന് നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നല്ല ഹദീത്തിലുള്ളത്. അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9 അറഫ ദുൽഹിജ്ജ 9 അതുകൊണ്ട് ദുൽഹിജ്ജ 9 എന്നാണോ നമ്മുടെ നാട്ടിൽ അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറഫയിൽ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അതിൽ സംശയമുള്ള ആളുകളുണ്ട് എങ്കിൽ അതിൽ പ്രശ്നമുണ്ട് തോന്നുന്ന ആൾക്കാർ നിങ്ങൾക്ക് നമ്മളിത് വിളിക്കുക, സംസാരിക്കുക, അതിലെ സംശയങ്ങൾ തീർക്കണം. കാരണം എന്താ പറയുക? ദുൽഹിജ്ജ 9 അന്നാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പവിത്രത പഠിപ്പിച്ച നോമ്പാണ്. അതുകൊണ്ട് തന്നെ ആ നോമ്പ് ആ ദിവസം തന്നെ നോൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നബിയോട് ചോദിച്ചു, സുഇല അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിറു സനതൽ മാദിയ. ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? പൊറുക്കപ്പെടുന്ന നോമ്പായിക്കൊണ്ടാണ് അറഫ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മഹത്വമേറിയ ഈ 10 ദിവസങ്ങളെ ധന്യമാക്കാൻ, ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമായ മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ യാത്രയും അതേപോലെ തന്നെ മറ്റ് യാത്ര എളുപ്പമുള്ളതാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, ദുരിതങ്ങളും ദുരന്തങ്ങളും ഇല്ലാതെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ മുസ്ലിം സമൂഹത്തിലെ ഹാജിമാർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.